വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കളിച്ചും വഴക്കിട്ടും ഒപ്പം നടന്ന 3 പേർ ചേതനയേറ്റ് പടിയിറങ്ങി. കണ്ണീരടക്കാനാകാതെ കൂട്ടുകാർ. അകാലത്തിൽ പൊഴിഞ്ഞ സൗഹൃദങ്ങൾക്ക് ക്യാമ്പസ് കണ്ണീരോടെ വിട ചൊല്ലി. ചിരിച്ചും കളിച്ചും വഴക്കിട്ടും ഒപ്പം നടന്ന 3 പേർ ചേതനയേറ്റ് പടിയിറങ്ങി പോകുന്നത് നോക്കി നിൽക്കാൻ കൂട്ടുകാരിൽ പലർക്കും കഴിഞ്ഞതുമില്ല. വടാട്ടുപാറ പലവൻപുഴയിൽ ഞായറാഴ്ച മുങ്ങി മരിച്ച കോതമംഗലം മാർബലേഴ്സസ് ഡെന്റൽ കോളേജിലെ 3 വിദ്യാർത്ഥികളുടെയും മൃതദേഹം ക്യാമ്പസിൽ പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഒഴിവുദിനം ആഘോഷമാക്കാൻ പുറപ്പെട്ട 9 അംഗ സംഘത്തിലെ 3 പേരുടെ ജീവനാണ് പുഴ കവർന്നത്. 3ാം വർഷ വിദ്യാർത്ഥികളായ കോട്ടയം വാഴൂർ ചാമമ്പതൽകുളത്തിൽ പുതുപ്പറമ്പിൽ വെങ്കിടേഷിന്റെയും ശാലിനിയുടെയും മകൻ അതുൽ രാജ്, കോട്ടയം ചങ്ങനാശ്ശേരി വെരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അൽഫോൻസ നഗർ പ്ലാമൂട്ടിൽ ബിജുവിന്റെയും ഡാലിയുടെയും മകൻ ബിയോൺ ബിജു, തിരുവനന്തപുരം പൂവാൻ പൊറ്റേൽ വിഷ്ണു ഭവനിൽ വിജയകുമാറിന്റെയും ബിന്ദുവിന്റെയും മകൻ DV ഹരീഷ് എന്നിവരാണ് മരിച്ചത്. ചാലക്കുടി പാലം ഗതാഗത കുരുക്ക് തുടരുന്നു. 15 ബെയറിംഗുകൾ മാറ്റി 27 കൂടി മാറ്റി സ്ഥാപിക്കണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം അടച്ചിട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 9-ന് ആരംഭിച്ച പണികൾ 3 ദിവസം പിന്നിട്ടു. 15 ബെയറിംഗുകളാണ് ഇതിനകം മാറ്റി സ്ഥാപിച്ചത്. 2 ആഴ്ചയ്ക്കകം ജോലികൾ തീർക്കാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബെയറിംഗ് മാറ്റുന്ന ജോലികളുടെ ചുമതല. ഇവരെ സഹായിക്കാൻ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന്റെ വിദഗ്ധ തൊഴിലാളികളുമുണ്ട്. ആലുവയിൽ സ്വകാര്യ ബസും ട്രക്കും കൂട്ടിയിടിച്ചു. 39 യാത്രക്കാർക്ക് പരിക്ക്. ആലുവയ്ക്ക് സമീപം എടത്തലയിൽ സ്വകാര്യ ബസും മണ്ണുകയറ്റിയ ട്രക്കും കൂട്ടിയിടിച്ച് 39 യാത്രക്കാർക്ക് പരിക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ആലുവ കിഴക്കമ്പലം റോഡിലെ 8 ഏക്കർ പള്ളിക്ക് സമീപമുള്ള വളവിലായിരുന്നു അപകടം. പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആലുവയിൽ നിന്ന് കിഴക്കമ്പലത്തേക്ക് പോവുകയായിരുന്ന സെന്റ് തോമസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കുത്തനെയുള്ള ഇറക്കവും ഇടുങ്ങിയ വളവുമാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. മദ്യവിൽപ്പനശാലകൾ പൂട്ടാൻ തമിഴ്നാട്. 717 വിൽപ്പന കേന്ദ്രങ്ങൾ അടയ്ക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി വിജയ്. തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള മദ്യവിൽപ്പന കേന്ദ്രമായ ടാസ്മാക്കിന്റെ 717 ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ TVK സർക്കാർ. ഇതിനായി മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് ഉത്തരവിറക്കി. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപത്തെ വിൽപ്പനശാലകളാണ് അടയ്ക്കുക. 500 മീറ്റർ ദൂരപരിധിയിലുള്ള കടകൾക്കാണ് പൂട്ടുവീഴുക. സാമൂഹിക ക്ഷേമത്തിനും പൊതുജനങ്ങളുടെ താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്കിടയിലാണ് ഈ നീക്കം. ബാഴ്സലോണയുടെ ആഘോഷത്തിൽ പലസ്തീൻ പതാകയേന്തി ലാമിൻ യമാൽ. സോഷ്യൽ മീഡിയയിൽ കയ്യടി. 29ാം തവണയും ലാലിഗ കിരീടം ചൂടിയ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ആഘോഷ പരിപാടികൾക്കിടെ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൗമാര താരം ലാമിൻ യമാൽ. പലസ്തീൻ പതാകയേന്തിയാണ് അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഹതാരങ്ങൾക്കൊപ്പം സഞ്ചരിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്പാനിഷ് കൗമാര താരത്തെ പ്രശംസിച്ച് ഫുട്ബോൾ ആരാധകർ രംഗത്തെത്തി. തിങ്കളാഴ്ച ഓൺലൈനിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട അനേകം വീഡിയോ ക്ലിപ്പുകൾ 18-കാരനായ യമാൽ തുറന്ന ടോപ്പ് ബസ്സിൽ നിന്ന് പലസ്തീൻ പതാക പിടിച്ചു നിൽക്കുന്നതായി കാണാം. സ്പാനിഷ് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ ചുറ്റിയുള്ള ആഘോഷ പരേഡ് കാണാനും ബാഴ്സലോണയുടെ മിന്നും താരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതുമായി 10,000-കണക്കിന് ആരാധകരാണ് പാതയോരങ്ങളിലും സമീപ കെട്ടിടങ്ങളിലുമൊക്കെയായി അണിനിരന്നിരുന്നത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.